ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ അടുത്ത് നിന്ന് പോയതും സ്റ്റാൻലി അപ്പച്ചനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് അപ്പച്ചനെ ഒന്ന് കാണണം, എത്രയും വേഗം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നത്. അത് കേട്ടതും അവതക്കുട്ടി വേഗം സ്റ്റാൻലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സ്റ്റാൻലിൻ്റെ അടുത്ത് എത്തിയതും സ്റ്റാൻലി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ വന്ന കാര്യങ്ങളും സംസാരിച്ചതുമെല്ലാം. എനിക്കൊരു മകളുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ബാലചന്ദ്രൻ വന്നത്. 23 വയസ്സായി എന്നാണ് പറയുന്നത്. അപ്പോൾ അവതക്കുട്ടി സ്വയം പറയുന്നുണ്ട്, അത് നീ ഒരിക്കലും വിശ്വസിക്കേണ്ട. ഏതെങ്കിലും ഒരാൾ വന്ന് എന്തെങ്കിലും കാര്യം പറയുമ്പോഴേക്കും അതങ്ങനെ വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. നീ ഒരിക്കലും ആ പെൺകുട്ടിയെ ഏറ്റെടുക്കരുത്. നമ്മുടെ വീട്ടിനൊരു അഭിമാനമുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇനി ഒരു പുറത്തുനിന്നൊരു പ്രശ്നം കൂടി എടുത്ത് നീ തലയിലേറ്റ് വെക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ ആഗ്രയിൽ നിന്ന് പുനലൂർക്ക് വരുമ്പോൾ വൈജി 8 മാസം ഗർഭിണിയായിരുന്നു. അമ്മച്ചിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. പിന്നെ ഞാൻ തിരിച്ചു പോകുമ്പോഴേക്കും അവളവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ വീട്ടുകാർ കൊല്ലപ്പള്ളിയിലേക്ക് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയായിരുന്നു. പിന്നെ ഞാനത് അന്വേഷിച്ചതുമില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അത് സത്യം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. ഇങ്ങനെ ഒരാൾ വന്നിട്ടുമില്ല, നിൻ്റെ അടുത്തും ഒരു മകളെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല എന്ന് മാത്രം നീ ചിന്തിച്ചാൽ മതി. നമുക്ക് ഒരിക്കലും ആ പെൺകുട്ടിയെ ഏറ്റെടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവതക്കുട്ടിച്ചായ സ്റ്റാൻലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പച്ചൻ്റെ അടുത്ത് വെച്ച് തന്നെ സ്റ്റാൻലി ബാലചന്ദ്രനെ വിളിച്ചിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. എനിക്കൊരു മകളുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി, പക്ഷേ എന്താണ് എൻ്റെ മകളാണെന്ന് തെളിയിക്കാനുള്ള തെളിവ് വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ അവൾ വന്നിട്ട് 6 മാസമായി. അവൾ നിങ്ങളുടെ മകളാണ് എന്ന് അറിഞ്ഞിട്ട് ഞാൻ 3 മാസമേ ആയുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മകളാണെന്ന് തെളിയിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് തെളിയിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ വേണമെങ്കിൽ DNA ടെസ്റ്റ് എടുത്ത് നോക്കി തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ചൂടാവുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് കല്യാണത്തിന് മുമ്പ് ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കലല്ല എൻ്റെ ജോലി, അത് തെളിയിക്കേണ്ടത് നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും കുറേ കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവളുടെ എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടി മാത്രമാണെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി, അല്ലാതെ എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അവതക്കുട്ടിയുടെ അടുത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, ഇനി ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അപ്പച്ചൻ വേറെ ആരോടും ചെന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, നീയും ഈ നടന്ന കാര്യങ്ങളെല്ലാം മറന്നു കളഞ്ഞേക്ക്, ഇനി അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് അവതക്കുട്ടിയുടെ അടുത്ത്, അപ്പച്ചനും കൊല്ലപ്പള്ളിക്കാരും തമ്മിൽ ഒരു രഹസ്യധാരണ നടത്തിയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യധാരണയും നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്കറിയാം അപ്പച്ചന് ഞാൻ വൈജയന്തിയെ കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ലാന്ന്. കൊല്ലപ്പള്ളിക്കാർക്കും അത് ഇഷ്ടമല്ലായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള രഹസ്യധാരണയിലല്ലേ വൈജയന്തിയെ നാഗരിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയത് എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അവതക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. അവതക്കുട്ടി അത് കേട്ടതും ആകെ ഷോക്കായ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.